നമസ്കാരം. തങ്ങൾ വളർത്തിയെടുത്ത ഗുണ്ടകളെയും ക്രിമിനലുകളെയും ആവശ്യം കഴിഞ്ഞാൽ പ്ലേറ്റ് മാറ്റി കൈയൊഴിയുന്ന CPM-ന്റെയും ഉന്നത നേതാക്കളുടെയും തനി രാഷ്ട്രീയ സ്വഭാവത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. പോലീസിനെയും സർക്കാരിനെയും ആഭ്യന്തരമന്ത്രിയും വരെ ഒളിവിലിരുന്ന് ഫേസ്ബുക്കിലൂടെ സകല അഹങ്കാരത്തോടെയും വെല്ലുവിളിച്ച അർജുൻ ആയങ്കിക്കെതിരെ നടപടിയെടുത്തോട്ടെ എന്നും ആയങ്കിയെ ന്യായീകരിക്കേണ്ട യാതൊരുവിധ ചുമതലയും തനിക്കില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വെട്ടിത്തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സംസ്ഥാനമൊട്ടാകെ അർജുൻ ആയങ്കിക്കായി പോലീസ് വലവിരിച്ചിരിക്കുന്നതിനിടയിലാണ് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പിണറായിയുടെ ഈ പരസ്യമായ കൈയൊഴിയൽ. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. തല്ലാനും കൊല്ലാനും അക്രമം കാണിക്കാനും സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി പാർട്ടി ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരെ വളർത്തി വലുതാക്കും. പക്ഷെ അവസാനം എന്തെങ്കിലും കേസോ വിവാദങ്ങളോ നാണക്കേടോ ഒക്കെ വരുമ്പോൾ ഇനി അങ്ങോട്ട് ഇയാളുടെ കാര്യം നോക്കണ്ട, യാതൊരു ആവശ്യവും തനിക്കില്ലെന്ന് പറഞ്ഞ് കടക്ക് പുറത്തെന്ന് പറഞ്ഞ് ആട്ടി ഓടിച്ച് കൈയൊഴിയും. ഭരണവും അധികാരവും മാറിയപ്പോൾ സ്വന്തം പാർട്ടി ഗുണ്ടയെ പിണറായിയും പാർട്ടിയും വളരെ സിമ്പിളായി തള്ളിപ്പറഞ്ഞു. സ്വന്തം മകളെ ഒഴികെ വേറെ ആരെയും ഇയാൾ താങ്ങില്ലെന്നും സംരക്ഷിക്കില്ലെന്നും നാടിന് മുഴുവൻ നേരത്തെ തന്നെ ബോധ്യമുള്ള കാര്യമാണ്. ഇതിലും വലിയ തമാശ എന്തെന്നാൽ ഇയാളെയും പാർട്ടിയും വിശ്വസിച്ച് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് 97 ദിവസത്തോളം ജയിലിൽ കിടന്ന പ്രവർത്തകരോട് പോയി പണി നോക്കാൻ പറഞ്ഞ നിലപാടായിരുന്നു പിണറായിയുടേത്. ആ പിണറായി വിജയൻ അർജുൻ ആയങ്കിയെ തള്ളിപ്പറഞ്ഞതിൽ യാതൊരുവിധ അത്ഭുതവുമില്ല. ഇത്തരം ക്രിമിനലുകളെ വളർത്തുന്നതും കായിക പരിശീലനം നൽകുന്നതും മാഫിയകളാക്കി മാറ്റുന്നതും CPIM എന്ന അക്രമ രാഷ്ട്രീയ പ്രസ്ഥാനം തന്നെയാണ്. എന്നാൽ കാലം മാറിയെന്ന യാഥാർത്ഥ്യം കണ്ണൂർ നേതൃത്വം വൈകിയാണെങ്കിലും തിരിച്ചറിഞ്ഞു. ഗുണ്ടകളെ സംരക്ഷിക്കുന്നത് പാർട്ടിക്ക് വൻ ദോഷമാണെന്ന് മനസ്സിലാക്കി ഇത്തരക്കാരെ സംരക്ഷിക്കുന്ന പരിപാടി കണ്ണൂർ CPIM നിർത്തിവെച്ചിട്ട് കുറച്ചായി. പക്ഷേ പാവം സൈബർ സഖാക്കളും കുറച്ച് മണ്ടന്മാരായ അണികളും ഇതൊന്നും ഇനിയും അറിഞ്ഞിട്ടില്ല. ഇന്നും ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ മാസായി കാണുകയും അവർക്ക് വേണ്ടി സോഷ്യൽ മീഡിയയിൽ കൈയടിക്കുകയും ചെയ്യുന്ന സൈബർ സഖാക്കൾക്ക് പിണറായി വിജയന്റെ ഈ പ്രസ്താവന മുഖത്തേറ്റ കനത്ത അടിയാണ്. ഗുണ്ടകൾ മാസാണെന്ന് വിചാരിച്ച് നാട് മുഴുവൻ തെമ്മാടിത്തരം കാണിച്ചു നടക്കുന്ന കാലമൊക്കെ പണ്ടേ കഴിഞ്ഞുപോയി. രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ഇറങ്ങിത്തിരിക്കുന്ന ഏതൊരു ചെറുപ്പക്കാരനും ഭാവിയിൽ വരാൻ പോകുന്ന അവസ്ഥയ്ക്ക് പറ്റിയ ഏറ്റവും മികച്ച മാതൃകയാണ് അർജുൻ ആയങ്കി. വാർത്താ സമ്മേളനത്തിൽ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയെ മാറ്റുന്ന കാര്യത്തിൽ ആലോചന നടന്ന KK രാഗേഷിന്റെ പ്രസംഗത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ താൻ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയ പിണറായി മഴക്കെടുതി ദുരിതാശ്വാസത്തിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്നും ഭരണ സംവിധാനങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടെന്നും വിമർശിക്കുകയും ചെയ്തു. എന്തായാലും തങ്ങളെ വിശ്വസിച്ച് ഇറങ്ങിത്തിരിക്കുന്നവരെ എപ്പോൾ വേണമെങ്കിലും സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി വിറ്റഴിക്കാൻ മടിയില്ലാത്തവരാണ് നേതാക്കളെന്ന് അർജുൻ ആയങ്കിയുടെ ഈ ഒരു അനുഭവത്തിലൂടെ അണികൾ മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. ഒളിവിലിരുന്ന് ഫേസ്ബുക്ക് തള്ളുകൾ നടത്തുന്ന ആയങ്കിയുടെ ബോസിന് പോലും ഇനി ഇയാൾ ആവശ്യമില്ല എന്ന് വ്യക്തമായതോടെ നിയമത്തിന് മുന്നിൽ അഴി എണ്ണപ്പെടാൻ മാത്രമാണ് ഇനി ആയങ്കിയുടെ യോഗം.